സ്ത്രീപക്ഷ നിലപാടാണ് ഞങ്ങൾ ഇടതുപക്ഷത്തിൻ്റെതെന്ന് പറയുമ്പോൾ പോലും ഇതുപോലുള്ള ആരോപണങ്ങൾ വന്നപ്പോൾ തീവ്രത അളക്കുക മാത്രം ചെയ്തതാണ് നമ്മുടെ ഇടതുപക്ഷം. ആ സ്ഥാനത്താണ് സതീശന്റെ നിലപാടുകൾ ഉറച്ചു നിൽക്കുന്നത്. എന്താണ് പാർട്ടിയെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ പാർട്ടിയെ വെട്ടിലാക്കാത്ത രീതിയിൽ മികച്ച രീതിയിലുള്ള ഒരു തീരുമാനമാണ് സതീശൻ മാത്രമല്ല കോൺഗ്രസ് നേതൃത്വം തന്നെ എടുത്തിരിക്കുന്നത്. MLA സ്ഥാനം രാജിവെക്കണോ വേണ്ടയോ എന്നുള്ളത് രാഹുലിന്റെ തീരുമാനമാണെന്നാണ് ഇന്ന് സണ്ണി ജോസഫ് പറഞ്ഞിരിക്കുന്നത്. ഈ ഷാഫി പറമ്പിൽ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് അവർ നിയമ നടപടിയുമായി പോകട്ടെ, ഇനി തങ്ങൾ ആരും ഇതിൽ അഭിപ്രായം പറയില്ല. കാര്യം അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല, പാർട്ടിക്ക് പുറത്താക്കിയ ഒരു വ്യക്തിയാണ്. പിന്നെ നിലപാടുകളിൽ ഉറച്ചു തന്നെയാണ് സതീശൻ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ ഈ പറഞ്ഞ പാലക്കാട് MLA VD സതീശന്റെ എതിർവിഭാഗത്തിലായിരുന്നു. അദ്ദേഹം A ഗ്രൂപ്പിലൂടെയാണ് പാലക്കാട് MLA യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദത്തിലെത്തിയത്. പക്ഷേ എങ്കിലും സതീശൻ ആ വ്യക്തിയെ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് നമ്മൾ നിരവധി തവണ കണ്ടതാണ്. പക്ഷേ ഇത്തരത്തിൽ ഒരു ആരോപണം VD സതീശനുമായി ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ VD സതീശന്റെ അടുത്ത സുഹൃത്തായ VD സതീശനെ ഒരു അച്ഛനെ പോലെ കാണുന്നു എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി പരാതി പറഞ്ഞപ്പോൾ ആ കാര്യങ്ങൾ അദ്ദേഹത്തിന് ആ ഗൗരവത്തിൽ ഏറ്റെടുത്തു. ഞാൻ മനസ്സിലാക്കുന്നത് ഒരാളുടെ പരാതി മാത്രമല്ല പ്രതിപക്ഷ നേതാവിന്റെ മുന്നിലേക്ക് എത്തിയതെന്നാണ്. നിരവധിയായ പരാതികൾ അല്ലെങ്കിൽ നിരവധിയായ ആളുകളുടെ ഭാഗത്തുനിന്നും ഈ പാലക്കാട് MLAയിൽ നിന്നുണ്ടായ ചില അനുഭവങ്ങൾ പ്രതിപക്ഷ നേതാവിന് വളരെ വ്യക്തമായിരുന്നിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് മാത്രമല്ല, കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് പറയുമ്പോൾ പാർട്ടിക്ക് വേണ്ടി ഇത്രത്തോളം ചാവേറായ ഒരു വ്യക്തി മറ്റാരുമില്ല. കാരണം തോൽക്കുന്ന സീറ്റുകളിൽ നിരന്തരം മത്സരിക്കുന്ന ഒരാൾ. അദ്ദേഹത്തിന് ഞാനിപ്പോൾ ഓർക്കുന്നത് 2006 തെരഞ്ഞെടുപ്പിലാണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിനെ മത്സരിക്കാൻ കൊണ്ടുവരുന്നത് തലശ്ശേരിയിലേക്കാണ്. തലശ്ശേരിയിൽ കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാൻ ആരുമില്ലാത്ത സാഹചര്യത്തിൽ കൊല്ലം ജില്ലക്കാരനായ രാജ്മോഹൻ ഉണ്ണിത്താനെ തലശ്ശേരിയിൽ കൊണ്ടുവരിക. അന്ന് തലശ്ശേരിയിൽ രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ മത്സരിക്കുന്നത് CPMന്റെ അതികായകനായ കോടിയേരി ബാലകൃഷ്ണനെ വിറപ്പിച്ചിട്ടാണ് അദ്ദേഹം അന്ന് അവിടെ പരാജയപ്പെട്ടത്. CPM 25,000-നും 30,000 വോട്ടുകൾക്കും ജയിക്കുന്ന മണ്ഡലത്തിൽ അന്ന് കോടിയേരി 4,000 ചില്ലാനം വോട്ടുകൾക്ക് മാത്രമാണ് ജയിച്ചു കയറിയത്. അതേ ഉണ്ണിത്താൻ പിന്നീട് കടന്നപ്പള്ളിക്കും രാമറയ്ക്കും ശേഷം ആരും ജയിക്കാത്ത കാസർകോട്ടേക്ക് പാർട്ടി നിയോഗിക്കുകയും കാസർഗോഡ് സിറ്റിംഗ് MP P കരുണാകരനെ മലർത്തിയടിച്ച് ആദ്യ തവണ വിജയിക്കുകയും രണ്ടാം തവണ വിജയം ആവർത്തിക്കുകയും ചെയ്തു. ഏത് കാസർഗോഡ് എന്ന് ചോദിക്കുമ്പോൾ പയ്യന്നൂരും തൃക്കരിപ്പൂരും തളിപ്പറമ്പും ഉദുമയും ഉൾപ്പെടുന്ന കാസർകോട്ടാണ് ഇത്തരത്തിൽ മിന്നും വിജയം രാജ്മോഹൻ ഉണ്ണിത്താൻ നേടിയത്. ആ രാജ്മോഹൻ ഉണ്ണിത്താനെ സാമൂഹ്യ മാധ്യമങ്ങൾ ആക്രമിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു. കാരണം അദ്ദേഹം ഉയർത്തിപ്പിടിച്ചത് സ്ത്രീപക്ഷ രാഷ്ട്രീയമാണ്. അതോടൊപ്പം തന്നെ പാർട്ടിക്ക് വേണ്ടി എന്നും ചാവേറാകാൻ തയ്യാറായ, പാർട്ടി പറയുന്നിടത്ത് പോയി മത്സരിക്കുന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഇന്ന് കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും കേരളത്തിലെ 20,000-ൽ പരം വരുന്ന ബൂത്തുകളിൽ സ്വന്തമായി അണികളുള്ള ഏക നേതാവ് അത് K മുരളീധരനാണ്. K മുരളീധരന്റെ കൃത്യമായ സ്റ്റാൻഡ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പാകെ വെളിപ്പെടുത്തി. അതോടൊപ്പം തന്നെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, കേരളത്തിൽ വളരെ വലിയ ക്രൗഡ് പുള്ളർ നേതാവായ രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ ഈ വിഷയത്തിലുള്ള നിലപാട് വളരെ കൃത്യമായി വ്യക്തമാക്കി. ഇത്തരത്തിൽ കോൺഗ്രസ് നേതാക്കന്മാർ ഒന്നിനൊന്ന് കൃത്യമായി പാലക്കാട് MLAയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കുകയും അതിജീവിതയെ പോലും സാമൂഹ്യ മാധ്യമങ്ങളിൽ വിമർശിക്കുന്ന ആളുകളെ കൃത്യമായി അവർ തങ്ങളിൽപ്പെട്ട ആളുകളാണെങ്കിൽ അവരെ തിരുത്താൻ ശ്രമിക്കും. പിന്നെ നടപടിയെടുക്കും ആദ്യമേ VD സതീശൻ തീർച്ചയായും കോൺഗ്രസ് ഐഡികൾ, കോൺഗ്രസ് പേരിൽ വരുന്ന മുഴുവൻ ആളുകളുടെ ഉത്തരവാദിത്വമൊന്നും കോൺഗ്രസ് പാർട്ടിക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല. ഭാരവാഹികളായ ആളുകൾ ഇത്തരത്തിൽ സൈബർ ആക്രമണം നടത്തുന്നുണ്ടെങ്കിൽ, നാലാംകിട നെറികെട്ട നീക്കം നടത്തുന്നുണ്ടെങ്കിൽ അത്തരം സൈബർ ഗുണ്ടകൾക്കെതിരെ നിലപാട് സ്വീകരിക്കും, നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞ നേതാക്കന്മാരുടെ പേരാണ് VD സതീശൻ, രമേശ് ചെന്നിത്തല, അതോടൊപ്പം തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ, K മുരളീധരൻ തുടങ്ങിയ നേതാക്കന്മാർ. കോൺഗ്രസിന്റെ 1ാം നിര 2ാം നിര നേതാക്കന്മാർ, യുവജന വിദ്യാർത്ഥി നേതാക്കന്മാരെല്ലാം ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടായി നിലപാടെടുത്തിരിക്കുകയാണ്. സ്ത്രീപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന നാളുകളിൽ ഒരാൾക്കും ഇത്തരത്തിൽ ഒരു ഗതി വരരുത് എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാട്. അതിനെ ആരെങ്കിലും എതിർക്കുന്നുണ്ടെങ്കിൽ, ഒരു ഫാൻസ് അസോസിയേഷന്റെ ഭാഗമായി ആരെങ്കിലും ഇതിനെ അനുകൂലിക്കുന്നുണ്ടെങ്കിൽ അത്തരക്കാർക്ക് നാളെ കൃത്യമായി ബോധ്യം വരും. കഴിഞ്ഞ ദിവസം ഒരു നേതാവ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം സോഷ്യൽ മീഡിയ ലൈക്കിന്റെ എണ്ണം നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സണ്ണി ലിയോണിനെയും അതോടൊപ്പം തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഈ യൂട്യൂബർ തൊപ്പിയെയും അവരോധിക്കണമെന്നാണ്. അവർക്കൊക്കെ ലൈക്ക് കിട്ടുന്നുണ്ട്. അത്തരത്തിലാണ് ഒരു യുവജന നേതാവ് പെരുമാറേണ്ടത്. ഒരു യുവജന വിദ്യാർത്ഥി നേതാവ് അല്ലെങ്കിൽ ഒരു യുവജന നേതാവ് തന്റെ കർത്തവ്യം മറന്ന് അല്ലെങ്കിൽ ഒരു യുവജന നേതാവ് ഇത്തരത്തിൽ പെരുമാറുമ്പോൾ പാർട്ടിക്കകത്തുനിന്നും അയാളെ തിരുത്താൻ, അത്തരത്തിൽ നിലപാടെടുക്കുന്നവൻ ഞങ്ങളുടെ പാർട്ടിക്കാരനല്ല എന്ന് പറയാൻ തന്റെ ഇടം കാണിച്ച, നട്ടെല്ലു കാണിച്ച, ആത്മാഭിമാനത്തോടുകൂടി നെഞ്ചു വിരിച്ച് പറയാൻ
ധൈര്യം കാണിച്ച നേതാക്കന്മാർ പ്രവർത്തകരുമുള്ള പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയില്ലെന്ന് പകൽ പോലെ വ്യക്തമാണ്. നിരവധിയായ ഉദാഹരണങ്ങളുണ്ട്. KTDC ചെയർമാൻ PK ശശി ഉൾപ്പെടുന്ന ആളുകൾ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ കണ്ണൂർ ജില്ലാ സെക്രട്ടറി, മുൻ CPM ജില്ലാ സെക്രട്ടറി P ശശിയെ പോലുള്ള ആളുകൾ, ഇത്തരത്തിൽ നിരവധിയായ ആരോപണങ്ങൾ CPM നേതൃനിരയിലിരിക്കുന്ന ആളുകൾക്കെതിരെ വന്നപ്പോൾ അവരെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു CPM സ്വീകരിച്ചെങ്കിൽ, ഇപ്പുറത്ത് പാർട്ടി എടുത്ത നിലപാട് എത്ര തല കൊലക്കൊമ്പനായാലും, അല്ലെങ്കിൽ ഈ പാലക്കാട് MLA എന്ന് പറയുന്ന വ്യക്തിക്ക് യുവാക്കൾക്കിടയിൽ അദ്ദേഹത്തിന് സ്വാധീനമുണ്ട് എന്ന കാര്യത്തിലും തർക്കമില്ല. അത് എത്ര വലിയവനായാലും നിഷ്കരുണം അവനെ തള്ളിപ്പറയാൻ തന്റെ ഇടം കാണിച്ച രാഷ്ട്രീയ നേതൃത്വമാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയ നേതൃത്വം. ഇതൊരു മാതൃകയാണ്. ഇന്ത്യയിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം ഇതൊരു മാതൃകയാണ്. ഇന്ന് ഇന്ത്യയിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും സ്വീകരിക്കാൻ കഴിയാത്ത നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത്. ആ നിലപാട് സ്വീകരിക്കാൻ നേതൃത്വം നൽകിയ പ്രതിപക്ഷ നേതാവ് VD സതീശനെ ഹൃദയത്തിൽ നിന്നും അഭിവാദ്യം ചെയ്യാൻ കേരളീയ സമൂഹം തയ്യാറാകണം. കാരണം അത്രത്തോളം ആരോപണം വന്ന് 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്നും ആ വ്യക്തിയെ മാറ്റി നിർത്തുന്നു. 48 മണിക്കൂർ തികയുമ്പോൾ അദ്ദേഹത്തെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു, പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുന്നു, നിയമസഭയിൽ നിങ്ങൾ പങ്കെടുക്കണ്ട എന്ന് കൃത്യമായ നിലപാട് VD സതീശൻ സ്വീകരിക്കുന്നു. പാർലമെന്ററി പാർട്ടി നേതാവ് അദ്ദേഹമാണ്. അത്തരം ഒരു നിലപാട് സ്വീകരിക്കാൻ ആർജവം കാണിച്ച പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. എന്തായാലും നാളുകളിൽ ചരിത്രം രേഖപ്പെടുത്തും. ഒരു സ്ത്രീ പീഡന ആരോപണം നേരിട്ട വ്യക്തിയെ കടക്ക് പുറത്ത് എന്ന് പറയാൻ, നട്ടലുയർത്തി പറയാൻ തന്റെ ഇടം കാണിച്ച രാഷ്ട്രീയ പ്രസ്ഥാനവും രാഷ്ട്രീയ നേതാക്കളും നാളുകളിൽ കേരളത്തിന്റെ ചരിത്ര താളുകളിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല.